നോക്ക് നോക്ക്, ദൈവമേ, വൻ റൊമാൻസ്. അയ്യോ, എവിടെ പോയിട്ട് വരുവാ? എല്ലായിടത്തും കറങ്ങാൻ പോയിട്ട് വരുവാന്നോ? അല്ല, ഞങ്ങള് ഇത് സാധാരണ എപ്പോഴേ എല്ലാരും അങ്ങനെ ഡ്രസ്സിങ്ങിലൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇന്ന് കുറച്ച് ട്രെൻഡ് ആവാന്ന് വിചാരിച്ചു. ഒരു യോ യോ പിടിക്കാനാണ് നിങ്ങൾ എന്ന പോലെ. പക്ഷേ സംഭവം ആവേശത്തില രംഗണ്ണനും അമ്പാനും ആയിപ്പോയി. അങ്ങനെയൊന്നുമില്ല, നല്ല എന്റെ ക്യൂട്ട് കുട്ടികളാണ്. ഹലോ, ഇവരിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാ നോബിച്ചേട്ടൻ ഷോർട്സ്, നോബിച്ചേട്ടൻ ഷോർട്സ് ആയിരിക്കും. ചിലപ്പോ തോർത്തുണ്ടാണെങ്കിലോ? മോസ്റ്റ് മോഡേൺ ആവാനായിരിക്കും തോർത്തൊന്നും പറ്റില്ല, ബെഡ്ഷീറ്റ്. ഡയാന വിക്കിനി, നമ്മളൊന്ന് പൊളിക്കും. നമ്മൾ ഡയാന വിക്കിരിട്ട് നമ്മള് വിളിക്കുന്നതിന് ഇനി ഡയാന വിക്കിരിട്ട നേരെ വിളിക്കും. ഐ ഫീൽ നോബിചേട്ടൻ ഒരു കൂൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും ഷോർട്സും ടീഷർട്ടും ആയിരിക്കും. ഡയാന അവന്റെ പാർട്ടി വെയർ ഒക്കെ ആയിരിക്കും. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, അവരെന്ത് ഔട്ട്ഫിറ്റിലാ വരാൻ പോകുന്നതെന്നുള്ളതും ഏതാണ് സോങ് എന്നുള്ളത് നോക്കാം അല്ലെ? യെസ്, കേൾക്കാം. വരട്ടെ അവരുടെ മ്യൂസിക്. മോഡേൺ ഡ്രസ്സും ഓൾഡ് സോങ്. മറ്റേ ഡിസ്കോ ഡാൻസർ. താടിയുള്ള ചെയ്യാൻ നാണം വേണം. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. നീയൊരു മലർവാടി, മലർ മൊട്ടുകൾ പോരാടി വിഴികളാടി. ഒന്ന് വെറുതെ ഇരിക്കുന്നു. ഗൈസ്, ഇതാണോ മോഡേൺ ഷോർട്സും ബിക്കിനിയൊക്കെ? സംഭവേ ഇതാ എല ഒറിജിനൽ ആണെന്നുള്ളത് നമ്മുടെ ആർട്ടുകാർ എത്ര അടിപൊളി. ഹലോ അല്ല, ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായത്. നിങ്ങൾ ഭയങ്കര റെട്രോ സ്റ്റൈൽ പിടിക്കുകയും ചെയ്തു, ഇവര് ഭയങ്കര ചിമ്പൂന്റെ അച്ഛൻ ജി രാജേന്ദ്രന്റെ മോഡൽ എവിടെ പോയിട്ട് വന്നു? കണ്ടില്ലേ സാറമ്മൻ? ഇത് പെറ്റിട്ട എലിയെ കണക്കിരിക്കും. ചുമന്ന കളറിൽ ഗ്രാമം പറഞ്ഞതിനുമ്പല്ല ചെറുത്. അതായത് ഞാൻ ശ്രീവിദ്യ കണ്ടറിയാം. എഞ്ചിനീയറിംഗ് കോളേജ് യൂണിഫോം ഒരു ബാഗിൽ വെച്ചിട്ട് വെള്ള ഷർട്ട് ഇട്ട് ലുലു കറങ്ങാമെന്ന കൊച്ചു ആണല്ലേ. ഞങ്ങൾ പഴയ കാലഘട്ടം പിടിച്ചു. അത് ട്രെൻഡിങ് ഞങ്ങൾ അങ്ങനെ നിലനിർത്താനുള്ള പരിപാടി. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചമ്രം പടഞ്ഞൊന്നിരുന്നേ. പഴയ കാലഘട്ടത്തിൽ ആൾക്കാർ തറയിലിരുന്നാണ് ഭക്ഷണം കഴിക്കാൻ. അതിന് ഞങ്ങൾ വന്നത് ഉച്ച കഴിഞ്ഞിട്ടല്ലേ? ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ്. ഒരു പായിട്ടാൽ ചിലപ്പോ കിടക്കും. പക്ഷേ